അങ്ങനെ നമ്മൾ കാത്തിരുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ എക്സാം ഡേറ്റുകളിൽ എന്തൊക്കെയാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എക്സാം ഡേറ്റുകൾ പ്രകാരം മെയ് 7, 8, 9 തീയതികളിലായിട്ട് ഒന്നാം ഘട്ടവും രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 13, 14 അതുപോലെ 16 മുതൽ 21 വരെ തീയതികളിലായിട്ടാണ് എക്സാമിനേഷൻസ് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോടാ? നോക്കുക, ഈ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് 1 മാസത്തിലധികം ഗ്യാപ്പാണ് രണ്ട് ഘട്ടങ്ങൾക്കിടയിലും ഉള്ളത്. സ്വാഭാവികമായിട്ടും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ഡേറ്റിന്റെ കാര്യത്തിൽ. കാരണം അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒരുപാട് പേർക്ക് കിട്ടും. ഇപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ നമ്മളത് കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നോർമലൈസേഷനോ എന്തൊക്കെ പ്രക്രിയകളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാലും ശരി, ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതലായിട്ട് റിവിഷൻ ഉള്ള സമയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ജൂണിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഡേറ്റ് കിട്ടുന്നതെങ്കിൽ, നേരെ മറിച്ച് മെയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇനി മുന്നിൽ അധികം സമയമില്ല. വെറും 20 ദിവസങ്ങൾ തികച്ചില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മളുടെ എക്സാമിനേഷൻ ഇതാ എത്തിപ്പോയി. അപ്പോൾ ഈ എക്സാമിനേഷനും എത്തിപ്പോയി, അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാര്യമായിട്ടുള്ള സമയങ്ങളും ഇല്ല എന്നാണെങ്കിൽ ഇപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണെന്ന് അറിയാമോ? ഇപ്പോ ഈ നിമിഷം മുതൽ നമ്മൾ മെയ് 7-ാം തീയതിയാണ് എന്റെ പരീക്ഷ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു പ്ലാൻ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതായത് മെയ് 7-ാം തീയതി എക്സാമിനേഷൻ എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പോർഷൻസ് കവർ ചെയ്ത് തീർക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കി പോകേണ്ട ടോപ്പിക്സ്, അതുപോലെ റിവിഷൻ എങ്ങനെയായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എത്ര എണ്ണം എടുക്കണം, എങ്ങനെ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചോ. മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ, ഈ കാര്യങ്ങൾ പക്കയായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. മെയ് 7-ാം തീയതിയാണ് എനിക്ക് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നതെങ്കിൽ ഞാൻ ഏതൊക്കെ രീതിയിലായിരിക്കണം എന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, ഈ രീതിക്ക് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ നോട്ടീസിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, 10 ദിവസം മുന്നേ എന്ത് വരും, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷന്റെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് വരും. അതായത് നിങ്ങൾക്ക് ഏത് സിറ്റിയിൽ വെച്ചായിരിക്കും എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, 4 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയില്ല എന്നാണ് നമ്മളുടെ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്, കൃത്യമായിട്ട് ധാരണയില്ല. സോ 7-ാം തീയതി ആയിരിക്കും എന്റെ എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ടെസ്റ്റ് പാക്ക് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഭാഗമായിട്ടുണ്ട്. വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. പോരാത്തതിന് ഈ വർഷത്തെ NTPC പരീക്ഷ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് RRB NTPCയുടെ ഒരു തേജസ് ബാച്ച് റണ്ണിംഗ് ആണ്. നമുക്ക് അടുത്ത വർഷത്തെ NTPC നല്ല പക്കയായിട്ട് പഠിക്കാൻ പറ്റും. ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഒരുപോലെ കവർ ചെയ്ത് പോകുന്ന സൂപ്പർ നോട്ട്സിന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ആണിത്. NTPC പരീക്ഷകൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മെന്റർഷിപ്പും അതുപോലെ തന്നെ സ്ട്രാറ്റജി സെഷനും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും റിവിഷൻ ക്ലാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ബാച്ച് ആയിരിക്കും ഇത്. കൂടാതെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. കൂടാതെ സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, വരാനിരിക്കുന്ന പരീക്ഷകളെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും തീർക്കണം, ക്ലാസ്സുകളിലൂടെ തീർക്കണം എന്നുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് അതുപോലെ തന്നെ നോട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പക്കയായിട്ട് ഇതുപോലെ അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. കൂടാതെ ഞാൻ ഈ അതായത് എക്സാം ഡേറ്റ് ഔട്ട് ആയതിന്റെ പിക്ചർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ മക്കളെ, ഇനി മെയ് 7-ാം തീയതിയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 7-ാം തീയതി ടാർഗറ്റ് വെച്ച് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചോ. എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ നേരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല തകർത്ത് പ്രിപ്പയർ ചെയ്തോ. ഇത്രയും ദിവസം നമ്മൾ തയ്യാറെടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവസാന നിമിഷം നമ്മൾ പഠിക്കൽ കൊണ്ടുപോയി കല മുടക്കാൻ നിൽക്കരുത്. ഇതേ പവറിലും ഇതേ എനർജിയിലും തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ജൂണിൽ എക്സാമിനേഷൻ ഡേറ്റ് കിട്ടിയവൻ എന്നേക്കാൾ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മെയ്യിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിചാരിച്ച സമയം കിട്ടിയില്ലല്ലോ എന്ന രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മൾക്ക്
എന്നാണോ എക്സാമിനേഷൻ ഡേറ്റ് കിട്ടുന്നത് അന്ന് നമ്മൾ എക്സാം എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ 7-ാം തീയതിയാണ് എൻ്റെ എക്സാമിനേഷൻ ഉറപ്പിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചോ. എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് ഡേറ്റ് നീട്ടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബോണസ് ആണ്. നമ്മൾക്ക് ഒന്നും കൂടി ഒരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ നിലവിൽ നമ്മുടെ കാര്യം നല്ല വൃത്തിക്ക് ചെയ്യുക, നമ്മുടെ റിവിഷൻ വൃത്തിക്ക് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ വൃത്തിക്ക് എടുക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പക്കയായിട്ട് ചെയ്യുക. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോട്ടെ. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചോ. എന്ത് സംശയം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ 8281223366 എന്ന നമ്മുടെ നമ്പറിലേക്ക്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.